ഒരു പ്രത്യേക വെളിപ്പെടുത്തലുമായി അള്ളാഹു ചുവടുവെച്ചു. മുഹമ്മദിന്റെ വെളിപ്പെടുത്തലുകൾക്ക് യഥാർത്ഥത്തിൽ ദൈവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എല്ലാ മുസ്ലിങ്ങളും ഗൗരവമായി ചിന്തിക്കണം. സൂറ 33-55 മുഹമ്മദിന്റെ. അതത്രേ ഉള്ളൂ. ഫുള്ളായിട്ട് വന്നിട്ടില്ല, അത് കുറച്ച് ലെങ്ത് ഉണ്ട് തോന്നുന്നു. താഴത്തുണ്ട്, ഒന്ന് പൊക്കൂ. ആ ബൈബിള് തിരുവെഴുത്തുകൾ പരാമർശിച്ചിരിക്കുന്ന മുഹമ്മദിനെ ക്രിസ്ത്യാനികൾ കണ്ടെത്തുന്നത് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. എന്നിട്ടും നമ്മുടെ തിരുവെഴുത്തുകൾ മുഹമ്മദിനെ കള്ളപ്രവാചകൻ എന്ന് വിളിക്കുന്നു. യഹൂദ ക്രിസ്ത്യൻ തിരുവെഴുത്തുകളുടെ പ്രചോദനം, സംരക്ഷണം, അധികാരം എന്നിവ. ബൈബിൾ അനുസരിച്ചിട്ട് മുഹമ്മദ് ഒരു കള്ളപ്രവാചകനാണ് എന്നുള്ളത് മുഹമ്മദിന്റെ പ്രവർത്തികൾ മുഖാന്തരം തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. എന്നിട്ടും ഈ മുഹമ്മദ് ബൈബിൾ വായിക്കാത്തത് കൊണ്ട്, ബൈബിളിനെ അറിയാത്തത് കൊണ്ട് ബൈബിളിനെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ഗതികെട്ട ഒരു ദൈവമാണ് എന്നുള്ളതിന് വേറെ തെളിവൊന്നും ഇതിന് പറയാനില്ല. അടുത്തത് അച്ഛൻ കുഞ്ഞു തിരുവെഴുത്തുകൾ. കൽതായ ബ്രദർ, ജാമിദ ടീച്ചർ ഒന്ന് മുകളിലേക്ക് കയറ്റി ഇരുത്തൂ. ഞാൻ മോഡറേറ്റർ അല്ല ബ്രദറെ, അച്ഛൻ കുഞ്ഞത് തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ വന്നത് കണ്ടില്ലല്ലോ. ജാമിദ ടീച്ചറെ നമസ്കാരം. ഉണ്ട്. മുകളിലേക്ക് വരൂ ടീച്ചറെ. നമസ്കാരം. കണ്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ വേറെ ആരും ഇല്ലേ മോഡ്? ഞാൻ മോഡാക്കട്ടെ. വായിച്ചോളൂ ടീച്ചർ വരുന്നത് വരെ. എവിടെ വരെ വായിച്ചപ്പോ? തിരുവെഴുത്തുകളുടെ പ്രചോദനം, സംരക്ഷണം, അധികാരം എന്നിവ ഖുർആൻ സ്ഥിരീകരിക്കുന്നു. ഖുർആൻ 3-4 വരെയുള്ള വാക്യങ്ങൾ, 5-ാം അധ്യായം 43-47 വരെ, 5-ാം അധ്യായം 68, 6-ാം അധ്യായം 114-115, 7-ാം അധ്യായം 157, 10-ാം അധ്യായം 94, 18-ാം അധ്യായം 27. മുഹമ്മദ് കള്ളപ്രവാചകനാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഖുർആൻ വചനങ്ങളാണ് ഇത്. സെൽഫ് ഗോൾ. അടുത്തത് ഖുർആൻ മുഹമ്മദ് തെറ്റായ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ മുഹമ്മദിന്റെ ധമനിയുടെ വിഘടിച്ചു കൊല്ലുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. ഖുർആൻ 69-44-46. മുഹമ്മദ് അല്ല അള്ളാഹു എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യർത്ഥ ശ്രമം. സത്യത്തിൽ മുഹമ്മദ് അള്ളാഹു ഒന്ന് തന്നെയാണ്. അടുത്തത് നിവൃത്തിയില്ലാത്തതും വ്യക്തതയില്ലാത്തതുമായ ധാരാളം പ്രവചനങ്ങൾ നിങ്ങളുടെ മുഹമ്മദ് നടത്തിയിരിക്കുന്നു. ഒരു ഊഹത്തെ പിൻപറ്റുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നതിന്റെ വ്യക്തമായ വിശദീകരണം. ഇടയന്മാർ ഉയരമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കും. നഗ്നരും ചെരുപ്പും ഇടാത്തവരും നിരാലംബരുമായി ഇടയന്മാർ ഉയരമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ മത്സരിക്കും എന്നത് കാണുമ്പോൾ അതത്രേ ഉള്ളൂ ബ്രദർ. അതെന്താണ്? ബുർജ് ഖലീഫയ്ക്കുള്ള എഴുതാനൊത്തില്ല. അത് കുറേശ്ശെ കട്ടായി പോകുന്നു. ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ പകുതി വരെ വരത്തുള്ളൂ. ബുർജ് ഖലീഫ നിർമ്മിച്ച അമേരിക്കൻ നഗരം അടുത്തത് വായിച്ചായിരുന്നു, ഞാൻ മറ്റേതിന്റെ ബാക്കിയാന്ന് വിചാരിച്ചു. ഓക്കെ. സ്ത്രീകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും, പുരുഷന്മാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. അങ്ങനെ 50 സ്ത്രീകളെ ഒരു പുരുഷൻ പരിപാലിക്കും. ഇത് മുഹമ്മദിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് മുഹമ്മദ് പറഞ്ഞുണ്ടാക്കിയ ഒരു സാധനം തോന്നുന്നുണ്ട്, അൽ ബുഖാരി. അപ്പൊ അതുവരെ വായിച്ചിട്ടുണ്ട്. മുഹമ്മദിന് സുഖലോപിതമായി ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു ഊടായ്പ അതാണ് ഈ സാധനം എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് എന്താണ് വേണ്ടത്? എന്നിട്ട് ഇവന്മാരാണ് ദാവീദിന്റെ വ്യഭിചാരം എന്നും പറഞ്ഞ് രംഗത്ത് വരുന്നത്. മുഹമ്മദ് ചെയ്യുന്നത് എന്തോ അതെല്ലാം പുണ്യമാണ് എന്ന് കരുതി കഴിഞ്ഞാൽ തെറ്റ് എന്ന് പറയാൻ ഈ പറഞ്ഞ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. പാപം എന്ന് പറയാൻ മുഹമ്മദിനെ മാതൃകയാക്കിയ ആൾക്കാർക്ക് പാപം എന്ന് പറഞ്ഞ് ഒരാളെ
ക്രൂശിക്കാൻ അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറയാൻ യാതൊരു കാരണവുമില്ല. കാരണം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാവുന്നതിലധികം പാപങ്ങൾ പല ടൈപ്പില് പല ജാതിയില് മുഹമ്മദ് ചെയ്തു വെച്ചിട്ടുണ്ട്. മുഹമ്മദിന്റെ പ്രവർത്തികൾ പാപമാണ് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത് ക്രിസ്ത്യൻ പുസ്തകത അല്ലെങ്കിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ന്യായബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലൊരു ന്യായബോധം ഒരു മുസ്ലിമിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുകയില്ല. കാരണം നിങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ചിട്ട് എന്ത് പാപം ചെയ്താലും പാപം എന്ന് പറയുന്ന സാധനം തന്നെ ഇസ്ലാമിലില്ല. ആ കൂടിയിട്ടുള്ള പാപം അള്ളയോട് പങ്കു ചേർക്കുക എന്ന് പറയുന്ന സാധനം മാത്രമേ നിങ്ങൾക്ക് പാപം എന്ന് പറയാവുന്ന കാര്യമായിട്ടുള്ളൂ. അതല്ലാതെ ഇസ്ലാമിൽ ഒരു പാപവും നിങ്ങളുടെ മുന്നിലില്ല. അതിപ്പോ ഏതെങ്കിലും ഒരുത്തൻ ഗോവിന്ദച്ചാമി ആയാലും അതുപോലെ മുഹമ്മദ് ആയാലും ആരായാലും സ്ത്രീകളുടെ വിഷയത്തിൽ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചാലും അത് ആ ജീവിതം നിങ്ങൾക്ക് മാതൃകയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തികൾ ഒരു തെറ്റും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ബാക്കി സ്റ്റോറിൽ ഇരിക്കട്ടെ അച്ഛൻ, എല്ലാം ഇടണ്ട, ബാക്കി സ്റ്റോറിൽ ഇരിക്കട്ടെ. ഇനി അവർക്ക് ദഹിക്കാൻ പിന്നെ കൊടുക്കാം നമുക്ക്. ജാമിത ടീച്ചർ ഒരു യാത്രയിലാണ്, കയറി വരും. ഏതെങ്കിലും ഇന്ത്യനൊക്കെ മുകളിലേക്ക് വരട്ടെ, നബീൽ വരട്ടെ, അപ്പൊ ടീച്ചർ വന്നോളും. യാത്രയിലാണ്. ഓക്കെ, താങ്ക് യു. ഇന്ത്യൻ പോയോ? താഴെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ കാണുന്നില്ല. ഇന്ത്യനെ വിളിക്കട്ടെ? ഒന്ന് വിളിച്ചേക്ക്. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടൊന്നുമില്ല. ഒറ്റ തെറി ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇന്ത്യനെ. ഒറ്റ തെറി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മൊത്തം നിങ്ങളുടെ ഖുർആനെ മാന്യമായി പഠിച്ചുകൊണ്ടാണ്